വർഷം മുഴുവൻ അല്ലെങ്കിൽ ജന്മം മുഴുവൻ സായുജ്യമടഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അവിടെ എത്തിയത്. അപ്പോൾ എന്തായാലും ആ കാഴ്ചയ്ക്കായുള്ള കാത്തിരിപ്പാണ്. അതിനുശേഷം പൊന്നമ്പലമേട്ടിൽ ജ്യോതി തെളിയും, അതിനുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ സ്വാഭാവികമായും എനിക്കൊരു സംശയമുണ്ട്. അതായത് എങ്ങനെ നമ്മൾ എല്ലാവരും ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്കുള്ളൊരു സംശയമായിരിക്കും, എന്തുകൊണ്ടാണ് ഈ ദിവസം, അതായത് ഈ മകരജ്യോതി തെളിയുന്ന ദിവസം ഈ അയ്യപ്പന് ചാർത്താൻ വേണ്ടി തിരുവാഭരണം കൊണ്ടുവരുന്നത്? അതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അല്ലെങ്കിൽ ഈ മണ്ഡലകാലത്ത് മുഴുവൻ എന്തുകൊണ്ടാണ് തിരുവാഭരണം ചാർത്താത്തത്? തിരുവാഭരണം എന്ന് പറയുന്നത് പവിത്രമായ ആഭരണങ്ങളാണ്. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അത് ഈ മകരവിളക്ക് ദിവസമാണത് ചാർത്തി ശാസ്താവിനെ അയ്യപ്പൻ എന്ന നിലയിൽ കാണുന്നത്. അത് പന്തളം കുടുംബവുമായുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, പന്തളത്തെ കുടുംബാംഗങ്ങൾ അവർക്ക് ശാസ്താവിനെ അയ്യപ്പനായി ആ ആഭരണങ്ങൾ മുഴുവൻ ചാർത്തി കാണുന്നത് ഇന്നത്തെ ഒരു ദിവസമാണ്. ആ കാഴ്ച കാണാൻ വേണ്ടിയാണ് പന്തളത്ത് നിന്ന് തിരുവാഭരണങ്ങളൊക്കെയായി ഇന്ന് ശബരിമലയിലേക്ക് എത്തുന്നത്. പ്രധാനമായിട്ട് ധാരാളം പേടകങ്ങളുണ്ടെങ്കിലും 3 പേടകങ്ങളിലാണ് ഈ തിരുവാഭരണം ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത്. പന്തളത്തെ വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്നും ശബരിമല സന്നിധാനത്തിലേക്കാണ് ഇത് കൊടുത്തുവിടുന്നത്. അത് 1-ാം പേടകത്തിൽ തിരുവാഭരണങ്ങളുണ്ട്, 2-ാം പേടകത്തിൽ അതിന് പൂജാപാത്രങ്ങളാണ്. ഇത് ആഭരണങ്ങൾ മാത്രമല്ല, ഈ പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഇത് കൊണ്ടുവരുന്നത് തിരുവാഭരണങ്ങൾ കൂടാതെ പൂജാപാത്രങ്ങളുണ്ട്, കുടിക്കൂറകളുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വന്ന് അവിടെ ഇന്ന് അയ്യപ്പനെ ശാസ്താവിനെ ഈ നടത്താനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഒരു പിതാവും പുത്രനും തമ്മിലുള്ള വൈകാരികമായ ഒരു അടുപ്പമാണ്. വൈകാരികമായ അടുപ്പത്തിന് ഇന്നത്തെ ഈ സമകാലീന സംഭവങ്ങളിലൂടെ, സമകാലീന പത്രങ്ങളിലൂടെ ഓടിക്കുമ്പോൾ നമുക്കതിന് വളരെയധികം പ്രാധാന്യമാണ്. ബന്ധങ്ങൾക്ക് ഒരു പ്രാധാന്യവും പ്രസക്തിയില്ലാത്ത ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത്. അച്ഛനെ ദ്രോഹിക്കുന്ന മക്കളുണ്ട്, മക്കളെ ദ്രോഹിക്കുന്ന അച്ഛനുണ്ട്, അങ്ങനെ ഒരുപാട്. പക്ഷേ ഒരു മകനെ രാജാവായി യോദ്ധാവായി കാണാനുള്ള ഒരു അച്ഛൻ്റെ, ഒരു പിതാവിൻ്റെ അടങ്ങാത്തൊരു അഭിനിവേശമാണ് ഈ ഒരു ദിവസത്തിൻ്റെ ഇവിടെ പ്രാധാന്യത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. കാരണം ചതുർവിധങ്ങളായ ആശ്രമങ്ങൾ നമുക്കുണ്ട്: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അപ്പോൾ ഗാർഹസ്ഥ്യ ജീവിതത്തിലേക്ക് സ്വന്തം മകൻ പ്രവേശിച്ച് പന്തള രാജാവായി തുടരണമെന്നുള്ള ഒരു അച്ഛൻ്റെ, പിതാവിൻ്റെ ഒരു അഭിവാഞ്ച ഇതിനകത്തുണ്ട്. പക്ഷെ അത് സ്വീകരിക്കാൻ തയ്യാറാകാതെ മണികണ്ഠൻ യാത്രയാവുകയാണ് ശബരിമലയിലേക്ക്. ഒരുപക്ഷെ അന്ന് മണികണ്ഠൻ പന്തളം കൊട്ടാരം വിട്ടിറങ്ങി ഇന്ന് ശബരിമലയിലേക്ക് യാത്ര ചെയ്ത അതേ വഴിയിൽ കൂടിയാണ്, അതേ കാനന പാതയിൽ കൂടിയാണ് തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര വരുന്നത്. ആ ഒരു സംഭവത്തിൻ്റെ ബന്ധം കൂടി അതിനകത്തുണ്ട്. രണ്ടാമത്തെ കാര്യം, പന്തള കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മകനായ മണികണ്ഠൻ പിതാവായ പന്തള രാജാവിനോട് പറയുന്നുണ്ട്, ഒരു ദിവസം നിങ്ങൾക്ക് എന്നെ രാജാവായി സർവാഭരണ വിഭൂഷിതനായിട്ട് മകരസംക്രമ ദിവസം നിങ്ങൾക്ക് എന്നെ കാണാം. അന്ന് യോദ്ധാവിൻ്റെ എല്ലാ അടയാള ചിഹ്നങ്ങളും ഞാൻ അണിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു കാര്യം കൂടി ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മകൻ അണിയാനുള്ള ആഭരണങ്ങൾ പന്തള രാജാവ് കൊടുത്തയക്കുന്നതാണ്. അതാണ് ഈ പ്രധാനപ്പെട്ട ദിവസം തന്നെ അത് എല്ലാ ആഭരണങ്ങൾ, തിരുവാഭരണങ്ങൾ അണിയാനുള്ള ഒരു കാരണം അതാണ്. നേരത്തെ ശ്രീ ഹരി സൂചിപ്പിച്ച കാര്യം ശരിയാണ്. 3 തരത്തിലുള്ള പേടകങ്ങളുണ്ട്. ചന്ദനത്തിൽ തീർത്തയാണ്. അതിലുള്ള തിരുമുഖം എന്ന് പറയുന്നത് കിരീടത്തോടു കൂടിയ തിരുമുഖമാണ്. ആ കിരീടത്തോടുള്ള തിരുമുഖം ഒരു യോദ്ധാവിനെ സൂചിപ്പിക്കുന്നു. നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞു കഴിഞ്ഞു, മീശയുള്ള അയ്യപ്പനെ കളം വരച്ച് കാണാറുണ്ട്. നമ്മുടെ ഈ മകരസംക്രമ പൂജയ്ക്ക് ശേഷം ബാക്കി 4-5 ദിവസത്തുള്ള ചില ചടങ്ങുകളുണ്ട്. ആ ചടങ്ങിൽ അയ്യപ്പനെ ഓരോ ഭാവത്തിലാണ് നമ്മൾ കളം പൂജയിൽ വരച്ച് കാണിക്കുന്നത്. മീശയുള്ള അയ്യപ്പനെ ഒരുപക്ഷെ സാധാരണ ജനങ്ങൾക്ക് സങ്കല്പിക്കുന്നതിനപ്പുറമാണ്. പക്ഷേ യോദ്ധാവെന്ന രീതിയിൽ വരുമ്പോൾ ഈ കൊമ്പൻ മീശയൊക്കെ തികച്ചും സ്വാഭാവികം തന്നെയാണ്. ഇനിയിപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ ഒരു ദിവസം ഈ പ്രധാനപ്പെട്ട വളരെയധികം പ്രാധാന്യമുള്ള ദിവ്യമായ ഈ ആഭരണങ്ങൾ, തിരുവാഭരണങ്ങൾ കൊണ്ട് വഹിച്ച് വരുന്ന ഓരോ പ്രതിനിധിയും അയ്യപ്പൻ്റെ പ്രതിനിധിയായിട്ട് ചാർത്തപ്പെടുകയാണ്. അതുകൊണ്ടാണ് മാല സമ്മാനിച്ചുകൊണ്ട്, അനുഗ്രഹിച്ചുകൊണ്ട് ഈ ആഭരണങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു അനുവാദം തന്ത്രി കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇരുമുടിക്കെട്ടില്ലാതെയും 18-ാം പടി കയറാം എന്നുള്ളൊരു അവകാശം അവർക്ക് സിദ്ധിക്കുകയാണ്. അപ്പോൾ ഇത് അറിയാത്തത് കൊണ്ട് ചില സമകാലീനമായ ചില വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു പ്രാധാന്യം വരികയാണ്. ഇനിയിപ്പോൾ ഈ 18 പടിയിൽ കൂടി ആദ്യം വരേണ്ടത് ഭക്തരാണ്. അത് നമുക്കറിയാം. ആദ്യം ഈ ഒരു മണ്ഡല മാസം ആരംഭിച്ചപ്പോൾ തന്നെ നട തുറന്നതിന് ശേഷം ആഴിയിൽ അഗ്നി കൊളുത്തിയിട്ടുണ്ട്. മേൽശാന്തി അവിടെ അഗ്നി ഉണ്ടാക്കി കഴിഞ്ഞു. ആ അഗ്നിയുടെ
പുരോഗതി തന്നെയാണ് ആ അഗ്നിയുടെ ആത്മാർത്ഥമായി നമ്മൾ പൂജ ചെയ്യുന്ന പുരോഗതി നമ്മുടെ ജീവിതത്തിലും കാണുന്നു. കാരണം അഗ്നിമേളെ പുരോഹിതം എന്ന് പറയാറുണ്ട്. ഇപ്പം നമുക്കറിയാം, ഒരുപക്ഷെ ഈ അഗ്നികുണ്ഠം നമ്മുടെ ഭവനങ്ങളിൽ കൂട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് കർപ്പൂരം നമ്മൾ കത്തിക്കുന്നത്. ആ കർപ്പൂരം കത്തിക്കുന്ന സമയത്ത് നമ്മൾ അഗ്നിയാണ് പൂജിക്കുന്നത്. അഗ്നിയെ പൂജിച്ചുകൊണ്ട് ഒരു ശബരിമല നമ്മൾ വീട്ടിൽ തന്നെ, സ്വന്തം ഗൃഹത്തിൽ തന്നെ തീർക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് വന്ന് 18-ാം പടി നമുക്ക് കയറുന്ന ഇരുമുടി ഏന്തിയ ഭക്തന്മാരാണ്. ഇരുമുടി എന്ന് പറയുന്നത് ഒരു മുൻകെട്ടും പിൻകെട്ടും. മുൻകെട്ട് എന്നുള്ള ഭഗവാനുള്ള വസ്തുക്കളും പിൻകെട്ട് നമ്മുടെ മുജ്ജന്മ ഈ ജന്മത്തിലുള്ള പാപങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഭഗവാന് സമർപ്പിക്കാനായിട്ട് വരികയാണ്. ഭഗവാന് സമർപ്പിക്കുമ്പോൾ നമുക്ക് ഈ നെയ്ത്തേങ്ങ എന്നൊരു വളരെ പ്രധാനപ്പെട്ട വസ്തു നമ്മുടെ ഇരുമുടി സഞ്ചിയിലുണ്ട്. ആ നെയ്ത്തേങ്ങ പൊട്ടിച്ചതിന് ശേഷം നെയ്യ് ഭഗവാൻ അഭിഷേകം ചെയ്ത് ആ തേങ്ങയുടെ അവശിഷ്ടങ്ങൾ അഗ്നികുണ്ഡത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അവിടെ ശരീരം നമ്മൾ ത്യജിച്ചുകൊണ്ട് ആത്മാവിൽ ഭഗവാനെ ലയിപ്പിക്കുന്നു എന്നൊരു പ്രതീകാത്മകമായ ഒരു പ്രവൃത്തി കൂടി നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാരതീയ സംസ്കാരത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ആചാര ഉപാസന പദ്ധതികളും പ്രതീകാത്മകങ്ങളാണ്. ഈ പ്രതീകാത്മകമായ ഈ പദ്ധതികൾ അനുസരിച്ച് കൊണ്ട് തന്നെ വേണം നമ്മൾ 18-ാം പടി ചവിട്ടാൻ. ഈ 18-ാം പടി എന്ന് പറഞ്ഞത് 18 പടികളുണ്ട്. നമ്മൾ ആധ്യാത്മിക രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ ഓരോ ആചാര്യന്മാർ പറഞ്ഞതനുസരിച്ചും 18-ന് വളരെയധികം പ്രാധാന്യമുണ്ട്. 18 പുരാണങ്ങളുണ്ട്, 18 ഉപപുരാണങ്ങളുണ്ട്. മഹാഭാരത യുദ്ധം 18 ദിവസമായിരുന്നു. ഭഗവത്ഗീതയിൽ അധ്യായങ്ങൾ 18ആണ്. അതേ 18 തന്നെയാണ് ഈ പടികളിലും നമ്മുടെ ആചാര്യന്മാരുടെ ഉപദേശമനുസരിച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ 18 പടികൾ നേരത്തെ പറഞ്ഞ ഓരോ വികാരങ്ങളും മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞ സുഖ ദുഃഖ സമ്മിശ്രങ്ങളാണ്. ഭഗവാൻ പറഞ്ഞ പോലെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറഞ്ഞ പോലെ ഓരോ നമ്മുടെ വികാരങ്ങൾ മനുഷ്യനായി അല്ലെങ്കിൽ ദൈവികത്വത്തിലേക്ക് ഉയരുന്ന ഒരാളായി മാറാനാണ്. ഇപ്പോൾ കോട്ടപ്പടി എന്ന് പറയുന്നത് നമ്മുടെ എരുമേലിയൊക്കെ കഴിഞ്ഞ് വാവര് സ്വാമി വാവര് പള്ളിയും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ അയ്യപ്പൻ വിശ്രമിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് കോട്ടപ്പടി എന്ന് പറയുന്നത്. കോട്ടപ്പടിയിൽ എത്തുമ്പോഴാണ് ഈ പേട്ടതുള്ളലിന് ഒരു പൂർണ്ണത കൈവരുകയും ചെയ്യുന്നത്. മഹിഷാസുര വധത്തിന് ശേഷം അയ്യപ്പൻ എത്തി വിശ്രമിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നൊരു സ്ഥലമാണ് കോട്ടപ്പടി എന്ന് പറയുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ, അതായത് ഈ എരുമേലിയിലൊക്കെ ഒരു യുദ്ധ ആവേശമാണ്, ഒരു അത്തരത്തിലുള്ളൊരു കാര്യമാണ് ഉള്ളതെങ്കിൽ ഇവിടുന്ന് കോട്ടപ്പടിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ശാന്തത കൈവരികയാണ്. നമ്മളുടെ ഈ പേട്ടതുള്ളലിന് പോലും അല്പം ശാന്തത കൈവരുന്ന ഒരു സ്ഥലമാണ് കോട്ടപ്പടി എന്ന് പറയുന്നത്. പരമ്പരാഗതമായി കോട്ടപ്പടിയിൽ നിന്നാണ് ശബരിമലയിലേക്ക് കാൽനട യാത്ര ആരംഭിക്കുന്നത് പൊതുവിൽ. ഇനി ഞാൻ അയ്യപ്പൻ്റെ വഴിയിലാണ് എന്ന് എത്തുന്ന ഓരോ ഭക്തനും പ്രതിജ്ഞ എടുക്കുന്നത് കോട്ടപ്പടിയിൽ നിന്ന് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെ പകർന്നു നൽകുന്നത് ഞാനിനി ശരണവഴിയിലാണ് എന്ന് ഓരോ അയ്യപ്പനും മനസ്സിൽ പകർന്നു നൽകുന്ന ഒരു വികാരമാണ്. കോട്ടപ്പടിയിലെത്തുമ്പോൾ ഒരു വിശ്വാസി വീരതയിൽ നിന്ന് അവൻ വിനയത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ആഘോഷത്തിൽ നിന്ന് അനുഷ്ഠാനത്തിലേക്ക് എത്തിച്ചേരുന്നത് കോട്ടപ്പടിയിൽ നിന്നാണ്. മനുഷ്യനിൽ നിന്ന് ഭക്തനിലേക്കും പരിവർത്തനം ചെയ്യുന്നത് ഈ കോട്ടപ്പടിയിൽ നിന്നാണ്. അപ്പോൾ അത്രയേറെ പ്രാധാന്യം ആ സ്ഥലത്തുണ്ട്. പിന്നീട് അവിടുന്ന് അഴുതയിലേക്കാണ് പോകുന്നത്. അഴുതയിലെ കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു എൻ്റെ അവസരം വരുമ്പോൾ പറയാം. തീർച്ചയായും. അപ്പോൾ എന്തായാലും അതിഥികളിലേക്ക് എത്താം. ചെറിയൊരു ഇടവേള കൂടി എടുത്തതിന് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.